ഇപ്പൊ ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ ഫേസിൽ യൂസ് ചെയ്യുന്ന ടൂൾസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കളർ കറക്ഷനും, പിന്നെ ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കൺസീലറുമാണ്. അപ്പോൾ കളർ കറക്ഷനും കൺസീലറിനും ഞാൻ യൂസ് ചെയ്യുന്നത് റിംഗ് ഫിംഗറിന്റെ ഈ ഒരു ഭാഗം അത് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ കൺസീലറും കളർ കറക്ടറും ഒക്കെ ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലൊരു സ്പഞ്ചാണ്, ഒരു ഫ്ലാറ്റ് സ്പഞ്ചാണ്. ഇത് വെറ്റ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വെറ്റ് ചെയ്ത് നല്ലപോലെ ഒരു തുണിയിൽ പിഴിഞ്ഞിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കോണ്ടോർ ആണ്. കോണ്ടോറിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഫൗണ്ടേഷൻ ബ്രഷ് ആണ്, റിയൽ ടെക്നിക്സിന്റെ. ഇത് അവരുടെ ഫേസ് സെറ്റിന്റെ കൂടെ വരുന്ന ബ്രഷാണ്, RT200. ഇതാണ് ഞാൻ കോണ്ടോർ ഇങ്ങനെ പ്ലേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, ഇവിടെയായിട്ട്. ഓക്കെ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ബ്രോൺസർ ആണ്. ബ്രോൺസിങ്ങിന് ഞാൻ യൂസ് ചെയ്യുന്നത് റിയൽ ടെക്നിക്സിന്റെ ഈ ഒരു ബ്രഷാണ്. ഇതും അവരുടെ ഫേസ് ബ്രഷ് കിറ്റിനകത്ത് വരുന്നതാണ്. ഇതും കൊണ്ടാണ് ഞാൻ കോണ്ടോറിന്റെ തൊട്ട് മണ്ടക്കായിട്ട് ബ്രോൺസ് ചെയ്യാനും പിന്നെ ഹെയർ ലൈൻ്റെ ഇവിടെ പിന്നെ ഇവിടെയായിട്ട് ബ്രോൺസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് കൺസീലർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ എക്സസ് പൗഡർ സ്വൈപ്പ് ചെയ്ത് കളയാൻ വേണ്ടി ഉള്ള ഒരു ബ്രഷാണ്. ഇത് റിയൽ ടെക്നിക്സിന്റെ 402 എന്ന് പറഞ്ഞിട്ടുള്ള ബ്രഷാണ്. ഇത് ആക്ച്വലി ഒരു ഹൈലൈറ്റർ ബ്രഷാണ്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ബ്ലഷ് ബ്രഷ്. ഇതാണ് റിയൽ ടെക്നിക്സിന്റെ 400 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രഷാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റൗണ്ട് ബ്രഷാണ്. നെക്സ്റ്റ് ഞാൻ ഐബ്രോസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇതാണ് അനസ്തേസിയയുടെ ഒരു ഡബിൾ എൻഡഡ് ബ്രഷാണ്. ഒരു എൻഡിൽ സ്പൂണിയും അടുത്ത എൻഡിൽ ഒരു ആംഗിൾഡ് ബ്രഷും. ഇത് നമ്പർ 12 ആണ്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഓൾ ഓവർ ഫേസിൽ പൗഡർ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു ബ്രഷാണ്. അത് ഈ സ്മാഷ് ബോക്സിന്റെ ഒരു ഷിയർ പൗഡർ ബ്രഷാണ്. ഇതിലായിട്ടാണ് ഞാൻ പിടിച്ച് ഇങ്ങനെ പൗഡർ അപ്ലൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി ബ്രഷ് എങ്ങനെ ഹോൾഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഇപ്പം ഈ ഒരു ബ്രഷ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടോ, ഇതിലൊരു ഗ്രൂവ്സ് കൊടുത്തേക്കുന്ന കണ്ടോ. അപ്പം നമ്മൾ ഒന്നിൽ ഈ എൻഡിൽ അല്ലെങ്കിൽ ഈ എൻഡിലാണ്. ഇത്രയും ചേർത്ത് നമ്മൾ ഒരിക്കലും ബ്രഷ് പിടിക്കത്തില്ല. ഒന്നിൽ ഇവിടെ ആയിട്ട് അല്ലെങ്കിൽ ഇവിടെ ആയിട്ട് എന്തിനാ പിടിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ലൈറ്റ് ഡാബ് ഓഫ് പിഗ്മെന്റ് കൊടുക്കാനാണ് നമ്മൾ ഇവിടെ പിടിക്കുന്നത്, ഒരു ചെറുതായിട്ട് ഡാബ് ചെയ്ത് വിടാൻ വേണ്ടി. അപ്പം ഈ ബ്രഷ് നമുക്ക് ഇതുപോലെ പൗഡർ ഇടാൻ യൂസ് ചെയ്യാം. പിന്നെ ഐ ഷാഡോ ഇടുമ്പോൾ ഫോളോ ഔട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് നമുക്ക് അത് ഡസ്റ്റ് ചെയ്ത് കളയാനും ഈ ബ്രഷ് യൂസ്ഫുൾ ആണ്. പിന്നെ നല്ലൊരു കോൺസെൻട്രേറ്റഡ് ആയിട്ട് പിഗ്മെന്റ് കൊടുക്കണമെങ്കിൽ ഇവിടെ പിടിച്ച് നമുക്ക് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഏതൊരു ബ്രഷ് എടുത്താലും ഇങ്ങനെയാണ് അത് ഹോൾഡ് ചെയ്യുന്ന ഒരു രീതി വരുന്നത്. അപ്പൊ ഇത്രയാണ് ഞാൻ ഫേസിൽ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസ്. ഐയുടെ ഞാൻ വേറൊരു ദിവസം ഇടാം. ആൻഡ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ബൈ, ടേക്ക് കെയർ.